ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരവും സിമ്പിളായിട്ടുള്ളതുമായ ഒരു കിടിലൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. കൂടെ കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു വലിയ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. പഴം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീണ്ടും ഞാൻ അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. പാലിന് പകരമായിട്ട് നമുക്ക് പച്ചവെള്ളം ചേർത്തിട്ടും വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് സേമിയയിൽ പാലൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പലഹാരം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.